നമസ്കാരം. ഇന്ന് ഇറാനിലേക്ക് പോകുകയാണ്. ഇറാനിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് ഇറാൻ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവും ആയത്തുള്ള അലി ഖമേനിയും അതോടൊപ്പം തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറൊക്കെ പരസ്പരം പോരു വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായിട്ടുള്ള സൂചനകളാണ് ഇവരുടെ ഈ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് ഒരു ലെറ്റർ എഴുതിയത്. ആ ലെറ്ററിൽ ട്രംപ് ഖമേനിക്ക് എഴുതിയത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഒരു പുതിയ ആണവ കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുക. ഈ രണ്ട് ഓപ്ഷനായിരുന്നു ഇറാനുമേൽ ട്രംപ് കൊടുത്തത്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്ക ഇറാനിൽ നടത്തും. അത് വലിയ ശക്തിയുള്ള ആക്രമണമായിരിക്കും. ഒരിക്കലും ഇറാൻ ചിന്തിക്കാത്ത തരത്തിലുള്ള ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക എന്നുള്ള ഒരു വാണിംഗ് ആണ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് കൊടുത്തത്. ഖമേനി ഈ ലെറ്ററിന് മറുപടി കൊടുത്തതേയില്ല. അതായത് ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ ഒരു രാജ്യത്തിൻ്റെ തലവൻ മറ്റൊരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു പരമോന്നത നേതാവിന് കൊടുക്കുകയാണെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ തിരിച്ച് ആ രാജ്യത്തേക്ക് തന്നെ കൊടുക്കേണ്ടതല്ലേ. പക്ഷേ ഇവർ ഇതിന് ഒരു മറുപടിയും വിട്ടില്ല. അതിന് പകരമായിട്ട് ഇറാൻ ചെയ്തത് തങ്ങളുടെ മിസൈൽ ശേഖരങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ തങ്ങളുടെ മിസൈൽ ശേഖരങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മിസൈൽ ഷോ തന്നെ നടത്തുകയുണ്ടായി. ഭൂമിക്കടിയിലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ ദീർഘദൂര വലിയ മിസൈലുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള മിസൈൽ മ്യൂസിയം തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇറാനുമേൽ ആക്രമണം നടത്തുമെന്ന്. യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ, അമേരിക്കൻ സൈനിക കപ്പലുകൾക്ക് നേരെയൊക്കെ, വാണിജ്യ കപ്പലുകൾക്ക് നേരെയൊക്കെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയുടെ മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളായ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ കപ്പലുകൾ ഈ ഹൂത്തികളെ നിരന്തരം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചെങ്കടലിൽ. അപ്പോൾ അതിന് പുറകിലെല്ലാം ഈ ഇറാനായിരുന്നു മറഞ്ഞിരുന്നത്. അത് വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു ഈ അമേരിക്ക കഴിഞ്ഞ മാസത്തെ അവസാനത്തെ ആഴ്ചകളിലൊക്കെ ചെയ്തത്. നിരന്തര ആക്രമണം യമനിലേക്ക് നടത്തുകയുണ്ടായി, ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നടത്തുകയുണ്ടായി. അതിനുശേഷം വീണ്ടും അമേരിക്കയിലെ ട്രംപും ഇറാനിലെ നേതാക്കന്മാരും തമ്മിൽ തുറന്ന ഒരു വാക്പോരിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ ഈദ് ദിവസം ആയത്തുള്ള അലി ഖമേനി തൻ്റെ പ്രജകളോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു: വാഷിംഗ്ടണുമായിട്ട് പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോംബാക്രമണ ഭീഷണിയിൽ നടപടി സ്വീകരിച്ച, അതായത് ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഈദിന്റെ പ്രാർത്ഥനാ ചടങ്ങിൽ ജനങ്ങളോട് പറഞ്ഞത്. US നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ശത്രുത എല്ലായ്പ്പോഴും ഇറാനുമേൽ ഉണ്ട്. അവർ നമ്മെ ആക്രമിക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. അത് വളരെ സാധ്യതയുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ അവർ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ അവർക്ക് തീർച്ചയായും ശക്തമായ മറുപടി കൊടുക്കുമെന്നാണ് ആയത്തുള്ള അലി ഖമേനി ഇവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ രാജ്യദ്രോഹം വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഇറാനിനുള്ളിൽ തന്നെ ഇറാൻ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പോൾ അതുപോലെ രാജ്യത്തിനുള്ളിൽ രാജ്യദ്രോഹം പരത്തുന്ന സമീപനം സ്വീകരിച്ചാൽ ഇറാനിയൻ ജനത തന്നെ അവരെ നേരിടുമെന്നാണ് ആയത്തുള്ള അലി ഖമേനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ചർച്ചയ്ക്കുള്ള ആഹ്വാനം നിരസിച്ചതിന് ശേഷം ആയത്തുള്ള ഖമേനിയുടെ ആദ്യത്തെ ഒരു പരസ്യ പ്രസ്താവനയാണിത്. എന്തായാലും അദ്ദേഹം ട്രംപിൻ്റെ ഈ ഒരു ആജ്ഞയ്ക്ക് ട്രംപ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ പുതിയൊരു കരാറിലെത്തുക. രണ്ട്, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുക, അല്ലെങ്കിൽ വലിയ സൈനിക നടപടി നേരിടാൻ ഒരുങ്ങിക്കൊള്ളൂ എന്നുള്ള ആ ഒരു വാക്കിന് അല്ലെങ്കിൽ ആ ഒരു ഭീഷണിക്ക് മറുപടിയാണ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റ് നേതാക്കന്മാരൊക്കെ കുറച്ചും കൂടെ അയഞ്ഞാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം
ട്രംപ് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ആൾ ഈ മതഭ്രാന്ത തലയിൽ കയറിയിട്ട് ഇവിടെ പ്രശ്നങ്ങൾ വരുത്തി വെച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ട് മറ്റ് നേതാക്കന്മാരൊക്കെ കുറച്ച് മയത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പുതിയ ആണവ കരാറിലെത്താൻ ടെഹ്റാനെ പ്രേരിപ്പിച്ചുകൊണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴി ഞങ്ങൾ മറുപടി അയച്ചിട്ടുണ്ട് എന്നാണ്. പരമാവധി സമ്മർദ്ദ പ്രചാരണത്തിനും സൈനിക ഭീഷണിക്കും വിധേയമായി അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടരുതെന്നാണ് രാജ്യത്തിൻ്റെ നിലപാടെന്ന് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്നത് ഒരു വെടിമരുന്ന് കേന്ദ്രം തന്നെയാണ്. അവിടെ ഒരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ മുഴുവനും കത്തി നശിച്ചു പോകും, മേഖല തന്നെ നശിച്ചു പോകും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ്റെ സ്പീക്കർ, പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദേശകാര്യ മന്ത്രിയും സ്പീക്കറൊക്കെ ഇച്ചിരി മയത്തിലാണ് ട്രംപിന് മറുപടി കൊടുത്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി പറഞ്ഞു ഒമാൻ വഴി ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രംപിന്. പക്ഷേ ട്രംപ് അയയുന്നില്ല, ഇറാനെ ചുട്ടുകരിക്കുമെന്ന്. ഒരു ദയം അർഹിക്കാത്ത, ഇറാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത തരത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും അമേരിക്ക ഇറാന് മേൽ നടത്താൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.